മനസ്സിൽ കരുതാനുള്ളത് മനസ്സിൽ തന്നെ ഇരിക്കണം. പലരോട് പറയുമ്പോൾ പലവട്ടം ആലോചിക്കണം. കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുള്ള ഇതിനെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സിൽ കരുതാനുള്ളത് മനസ്സിൽ തന്നെ ഇരിക്കണം. അതായത് എൻ്റെ മനസ്സിൽ ഉള്ളത് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കണം. മറ്റാരോടും പറയാൻ പാടില്ലാത്തത് പറയാൻ പാടില്ല. അതിന് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും പറയരുത്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാവാം, പക്ഷേ ഒരിക്കലും മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത കാര്യം പറയാൻ പോകില്ല. പലരോട് പറയുമ്പോൾ പല വട്ടം ആലോചിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു രഹസ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നീട് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന കാര്യമായിരിക്കും. അത് നമ്മൾ ചില സമയത്ത് അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് കൈവിട്ട് പോകും. നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു പോകും. അങ്ങനെ പറയാനും പാടില്ല. അങ്ങനെ പറയണമെന്ന് ചിന്തിക്കുമ്പോൾ എന്താണ്, ഒരുപാട് തവണ ആലോചിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ പറയാനും പാടുള്ളൂ. അതാണ് പറയുന്നത്. കാരണം ഇത് രണ്ടും ഒരു വലിയ കാര്യമാണ്. മനസ്സിൽ കരുതുക എന്നത് പലപ്പോഴും പലർക്കും പറ്റണമെന്നില്ല. ചിലർക്ക് എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് 10 പേരോട് പറയാതെ ഒരു സമാധാനവും കാണത്തില്ല. അത് അങ്ങനെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പാണ് അവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കും, പ്രത്യേകിച്ചും വിവാഹശേഷം. കാരണം ചിലപ്പം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള കുറേ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ പറയുന്നത്. അത് ആ ജീവിതത്തെ ഒരുപാട് ബാധിക്കും. ഒരുപക്ഷെ ഭാര്യ അതൊന്ന് ഉൾക്കൊള്ളാൻ ഉള്ള മനസ്സ് കാണിക്കണമെന്നില്ല. അത് ആരായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയും, ഭാര്യയും ഭർത്താവിൻ്റെ ഇടയ്ക്ക് മൂന്നാമതൊരാൾ വരാൻ പാടില്ല. വന്നാൽ പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും പറയും മറ്റുള്ളവരോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുമെന്ന്. അതുകൊണ്ട് പറയണം, എല്ലാം മനസ്സിൽ വയ്ക്കരുത് എന്ന് പറയും. എല്ലാം മനസ്സിൽ വയ്ക്കരുതെന്നാണ് പറയുന്നത്. മനസ്സിലൊന്നുമേ വയ്ക്കരുതെന്നല്ല, എല്ലാ കാര്യങ്ങളും ഒന്നും മനസ്സിൽ വയ്ക്കല് എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അതിലൊരു പറയാതെ തന്നെ പറയുന്നുണ്ട്, എല്ലാം എന്നുള്ളത്, എല്ലാ കാര്യങ്ങളും എന്നുള്ളത്. എല്ലാ കാര്യങ്ങളും മനസ്സിൽ വയ്ക്കില്ല. അത്യാവശ്യം മനസ്സിൽ വയ്ക്കേണ്ടത് മാത്രമേ വയ്ക്കാവുള്ളൂ. കാരണം ഇങ്ങനെ മനസ്സിൽ വയ്ക്കുമ്പം ചിലർക്കത് ഡിപ്രഷനിലേക്ക് പോകും. പക്ഷേ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അത് ജീവിതമാണ്. അത് എല്ലാവരോടും ഷെയർ ചെയ്താൽ എന്താണ്, അതുകൊണ്ട് ആ ഒറ്റ കാര്യം കൊണ്ട് നമ്മുടെ ജീവിതം മൊത്തം നാശമായി പോകും. അതുകൊണ്ടാണ് പറയുന്നത്, മനസ്സിൽ വയ്ക്കേണ്ടത് മനസ്സിൽ തന്നെ വയ്ക്കണം. പലരോട് പറയുമ്പോൾ പലവട്ടം ആലോചിക്കണം, അല്ലേ? നമ്മളൊരു വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് തവണ ആലോചിക്കണമെന്ന് പറയും. എന്തുകൊണ്ടാണ്? കാരണം പിന്നീട് നമുക്ക് തോന്നരുത് നമ്മളെടുത്തത് ഒരു തെറ്റായ തീരുമാനമായി പോയി എന്ന് നമുക്കും തോന്നരുത്, അതറിയുന്ന മറ്റുള്ളവർക്കും തോന്നരുത്. അപ്പോൾ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ എന്താണ്, അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ആലോചിച്ച് അങ്ങനത്തെ തീരുമാനമെടുത്താൽ അത് തെറ്റായി പോയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നമുണ്ടാകും, നമ്മുടെയോ മറ്റാരുടെയെങ്കിലുമൊക്കെ ജീവിതത്തെ ബാധിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നന്നായി ആലോചിക്കണം. എന്നതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പറയാം, നമ്മുടെ കാര്യങ്ങൾ പറയാം. പക്ഷേ കേൾക്കുന്നവരെല്ലാവരും ഒരേ സ്വഭാവം ഉള്ളവരല്ല, ഒരേ മനസ്സുള്ളവരല്ല. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആണ് പലരോട് പറയുമ്പോൾ പലവട്ടം ആലോചിക്കണം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ, മനസ്സിൽ കരുതാനുള്ളത് മനസ്സിൽ കരുതുക, പലരോട് പറയുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കുക. ഇത് എല്ലാ ദിവസവും നമ്മളൊന്ന് ആലോചിച്ച് വെച്ചേക്കണം. എത്ര നല്ല കാര്യമാണെന്നറിയാമോ? വളരെ നല്ല കാര്യം. പ്രത്യേകിച്ചും കുടുംബജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളുടെ കാര്യം. ഓക്കെ.